REVSOUL എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കൂടെ ഉള്ളത് TVSന്റെ അപ്പാച്ചി RTR 310 ആണ്. കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴത്തെ പോലെ KTMന്റെ ന്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. KTM ഇപ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടകാലത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് മാർച്ചിലാണ് അവരുടെ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അവരുടെ പാർട്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. പാർട്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷൻ ചില ബൈക്സിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി ഹോൾട്ട് ചെയ്തുകൊണ്ടെന്നു. അതായത് ഇനിയിപ്പോൾ അടുത്ത മാസം ജൂലൈ 27 ആകുമ്പോഴായിരിക്കും ഇനി അവർ വീണ്ടും പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഓസ്ട്രേലിയയിലെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി അവർ ഹോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കാലത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇന്ത്യയിൽ ഇപ്പോഴും KTM ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ബിക്കോസ് ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു KTMന്റെ സൈഡിൽ നിന്നുള്ള ന്യൂസ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ റോയൽ എൻഫീൽഡ് സൈഡ് അതാണ്. 2025 റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ട 350 ഇന്ത്യയിലോട്ട് ലോഞ്ച് ആയി. കുറേ കൂടെ അപ്ഡേറ്റഡ് ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുണ്ട്. 1,50,000 രൂപ എക്സ്ഷോറൂം പ്രൈസാണ് ബേസ് വേരിയൻറ്റിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. പുതിയ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കുമ്പോൾ പുതിയ LED ഹെഡ്ലൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റിയർ സസ്പെൻഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് പഴയ സസ്പെൻഷൻ യൂസേഴ്സിന് ഭയങ്കര ഹാർഡറായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അത് മാനിച്ച് ഇപ്പോൾ കംപ്ലീറ്റ്ലി കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ഇപ്പോൾ ഹണ്ട 350 കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ USB Type-C ചാർജിങ് പോർട്ട്, പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 10 മില്ലിമീറ്റർ കൂട്ടിയിട്ടുണ്ട്. എന്നിങ്ങനെ കുറേയേറെ ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ് പുതിയ ഹണ്ട 350 ഇന്ത്യയിലോട്ട് ലോഞ്ച് ആയിരിക്കുന്നത്. ഒരു 3 വേരിയൻസ്, അതേപോലെ തന്നെ 6 കളർ പാറ്റേൺസ്, ഒരു 6 കളർ സ്കീംസിലും വരുന്നതാണ് ഈ ഒരു പുതിയ ഹണ്ട 350 കേട്ടോ. പിന്നെ ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയാം. ബിക്കോസ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് ആയിട്ടുള്ള ഒബൻ റോഴ്സ് അറിയാമല്ലോ. ഈ ഒബൻ റോഴ്സ് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഇനി തൊട്ട് ഒരു 8 വർഷത്തെ അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വരെ നമുക്ക് ബാറ്ററി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. 8 വർഷം. ഓ മൈ ഗോഡ്, അതും ഒരു ക്രേസി നമ്പേഴ്സാണ്. 8 വർഷമൊക്കെ, അതും ബാറ്ററി വാറണ്ടിയിൽ. അപ്പോൾ അത്രമാത്രം കോൺഫിഡൻസ് ആണ് അവർക്ക് ഈ ഇലക്ട്രിക് ബ്രാൻഡായ ഒബൻ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസിന്. ബിക്കോസ് 8 വർഷത്തേക്ക് തരണ്ടേ. മെയ് 1 തൊട്ടാണ് ഈ ഒരു എക്സ്റ്റെൻഡ് വാറണ്ടി പീരീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു 10,000 രൂപ, 9,999, അതാണ് പറഞ്ഞത്. 10,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് മെയ് 1 തൊട്ടേന്. ഒബൻ റോർസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ മേ ബി അല്ല, മാക്സിമം ഇത് എടുക്കാൻ നോക്കിയാൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. ബിക്കോസ് ബാറ്ററി പരമായിട്ടുള്ള എന്ത് കണ്ടീഷനായി, ബാറ്ററി റിപ്പയറോ ചേഞ്ചോ എങ്ങനെ ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് ഒബൻ റോർസ്. അപ്പോൾ അതൊക്കെ എന്തായിരുന്നു ഒബൻ റോർസിൻ്റെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയാനായിട്ട്. പിന്നെ അടുത്ത ന്യൂസ് നമ്മുടെ ബജാജിൻ്റെ സൈഡിൽ നിന്നാണ്. അത്രമാത്രം ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഡൊമിന 2025 ഇന്ത്യയിലോട്ട് ലോഞ്ച് ആവുന്നുണ്ട് പുതിയ ഫീച്ചേഴ്സൊക്കെ ആയിട്ട്. ഈ പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ NS 400 നിന്ന് കടമെടുത്ത കുറേ ഫീച്ചേഴ്സാണ് പുതുതായിട്ട് ഡൊമിന 400 കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. NS 400 കണ്ടുവന്ന സെയിം മീറ്റർ കൺസോൾ ഇനി തൊട്ട് ഡൊമിന 400 വരുന്നതായിരിക്കും. പിന്നെ NS 400 കണ്ടുവന്ന ABS വെച്ച് 4 റൈഡിംഗ് മോഡ് ഉണ്ടായിരുന്നല്ലോ. റോഡ്, റെയിൻ, സ്പോർട്ട്, ഓഫ് റോഡ്, ഈ 4 റൈഡിംഗ് മോഡ് ഇനി തൊട്ട് നമുക്ക് ഡൊമിനാറിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ റൈഡ് ബൈ വയർ ത്രോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡൊമിനാർ തന്നെ വൺ ഓഫ് ദി ഐക്കോണിക് ഫീച്ചർ ആയിട്ടുള്ള നമ്മുടെ ഇവിടെ ഫ്യൂൽ ടാങ്കിൻ്റെ ഇവിടെ ഒരു മീറ്റർ കൺസോൾ, ചെറിയൊരു മീറ്റർ കൺസോൾ ഉണ്ടായിരുന്നല്ലോ, അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് അവിടെ ഇപ്പോൾ ഒരു USB പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലൊക്കെ നല്ല ഹാപ്പി, അത്യാവശ്യം നല്ല സാഡാണ് ആ ഒരു കാര്യത്തിലൊക്കെ. അപ്പം അതൊക്കെ തന്നെയായിരുന്നു. പ്രൈസ് ഫിഗേഴ്സ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഡൊമിനാർ തന്നെ ഇപ്പോൾ കുറേയേറെ ഷോറൂംസ്, ബജാജിൻ്റെ അലോക്കേറ്റ് ആയിട്ടുള്ള ഷോറൂംസിലൊക്കെ അവൈലബിൾ ആവുന്നുണ്ട്. ആകെ കൂടി ഈ ഡൊമിനാറിൽ ഹാപ്പി ആയിട്ട് കാണുന്നത് അതിലെ എഞ്ചിനാണ്. പഴയ നമ്മുടെ ഡ്യൂക്ക് കണ്ടുവന്ന സെയിം എഞ്ചിൻ 373cc സിംഗിൾ സിലിണ്ടർ, ആ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഇപ്പോഴും അതിൽ അവൈലബിൾ ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാർ മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള കിയ, അതേപോലെ തന്നെ ടാറ്റ അവരുടെ ഫേസ് ലിഫ്റ്റ് വേർഷൻസ് ആയിട്ടുള്ള പുതിയ 2025 കാർസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് കിയയുടെ സൈഡിൽ നോക്കാം. കിയയുടെ സൈഡിൽ നോക്കുമ്പോൾ കിയ കാരൻസ് എന്ന് പറയുന്ന കാറുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ മെയ് 8 ഇന്ത്യയിലോട്ട് വരുന്നതായിരിക്കും. പുതുതായിട്ട് കുറച്ചേറെ ഡിസൈൻ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കുറേയേറെ ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അഡാസ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 360-degree ക്യാമറ കൊണ്ടുവരുന്നതായിരിക്കും. എന്നിങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് പുതിയ കിയ കാരൻസ് വരുന്നത്. അതേപോലെ തന്നെ ടാറ്റയുടെ ഹാഷ് ബാക്ക് ആയിട്ടുള്ള ആൾട്രോസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. ആൾട്രോസ് കുറച്ചുകൂടി ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെഡ് ലൈറ്റ്സ്, ടെയിൽ ലൈറ്റ്സ് ഇതിലൊക്കെ റീഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പറിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിലും കുറച്ചേറെ ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ് പുതിയ ടാറ്റ ആൾട്രോസ് വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ടാറ്റയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന ഒരു ഹാപ്പി ന്യൂസ് എന്നൊക്കെ പറയാനായിട്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ എന്നത്തെ പോലെ ഇന്നത്തെ ന്യൂസ് ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ഹാപ്പി ന്യൂസ് ഓഫ് കോഴ്സ് നമ്മുടെ സ്കോഡയുടെ ഭാഗത്തു നിന്നാണെന്നല്ലോ. കറക്റ്റ് ടൈമിൽ സ്കോഡ ഫ്രണ്ടി വന്നു. സ്കോഡ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ വരുന്ന, ഫസ്റ്റ് മൈൻഡ് വരുന്ന കാറായിട്ടായിരിക്കും. പക്ഷേ സ്കോഡ മാർക്കറ്റിലോട്ട് വന്നത് 2
ടൂ വീലേഴ്സുമായിട്ടാണ് 1899 കാലഘട്ടങ്ങളിൽ ഇവർ ടൂ വീലേഴ്സുമായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റില്ല മൊത്തത്തിലായിട്ടുള്ള വേൾഡ് മാർക്കറ്റിൽ തന്നെ വന്നിരുന്നത്. അപ്പോൾ അതേ ചരിത്രം അവർ വീണ്ടും കൊണ്ടുവരാൻ നോക്കുവാണ്. ലൈക്ക് സ്കോഡ അങ്ങനെ ഫൈനലി ടൂ വീലേഴ്സിലോട്ടും കൊണ്ടുവരുന്നുണ്ട്. ഇത്തവണ ഒരു ഇലക്ട്രിക് കഫേ റേസർ മോഡലുമായിട്ടാണ് അവർ റീ എൻട്രിക്ക് ഉദ്ദേശിക്കുന്നത്. കാണാനൊക്കെ അതിഭീകര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനുമായിട്ടാണ് അവരുടെ ഇത്തവണത്തെ എന്ന് പറയാൻ ഇനി ഒരു റീ എൻട്രി ആയിട്ടുള്ള ഒരു മോഡലുമായിട്ട് കൊണ്ടുവരുന്നത്. കാണാനൊക്കെ അതിഭീകര ലുക്കാണ് കേട്ടോ. പിന്നെ സ്പെക്ക് ആൻഡ് ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണ് സ്കോഡ അങ്ങനെ റിവീൽ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും സ്പെക്ക് ആൻഡ് ഡീറ്റെയിൽസ് അറിയുന്നില്ലല്ലോ. അപ്പം നമുക്ക് എന്തായാലും പഴയ സ്പെക്ക് ആൻഡ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഈ ഒരു ഹാപ്പി ന്യൂസ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. ലൈക്ക് ഒരു 250cc എയർ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനായിരുന്നു അവൈലബിൾ ആയിരുന്നത്. അപ്പോൾ ആ ഫിഗേഴ്സ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളത് ഞെട്ടും. ബിക്കോസ് ഒരു 1.75 bhp ആയിരുന്നു ആ ഒരു 250cc എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നത്. കാലം നിങ്ങൾ ഓർക്കണം 1799 ഈ ഒരു പവർ ഫിഗേഴ്സ് വെച്ചുകൊണ്ട് തന്നെ അവർ ഈ ഒരു ബൈക്കിനെ ഒരു റേസിങ്ങിന് വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയിട്ട് പറയാനുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസിൽ കാണാം. അപ്പോൾ അതുവരയ്ക്കും ഓക്കെ ബൈ.